ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമോ. ശ്രീമദ് നാരായണീയത്തിലെ ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 6-ാം ദശകമാണ് പാരായണം ചെയ്യുന്നതും അവതരിപ്പിക്കാൻ പോകുന്നതും അർത്ഥം അവതരിപ്പിക്കാൻ പോകുന്നതും. വിരാട് സ്വരൂപ വർണ്ണനമാണ് 6-ാം ദശകത്തിൽ പ്രധാനമായും വിവരിക്കുന്നത്. ഈ 6-ാം ദശകത്തിന്റെ പാരായണം നടത്തുന്നതിനും ഒപ്പം അതിന്റെ അർത്ഥം പറയുന്നതിനും ആദ്യത്തെ 5 ശ്ലോകങ്ങളാണ്, വിരാട് സ്വരൂപ വർണ്ണനത്തിലെ ആദ്യത്തെ 5 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്യാൻ പോകുന്നതും അർത്ഥം അവതരിപ്പിക്കാൻ പോകുന്നതും. അപ്പോൾ 6-ാം ദശകം ആരംഭിക്കുകയാണ്. പാരായണം ആരംഭിക്കുന്നതിനും അർത്ഥം അവതരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട അയ്യർ സാറിനെ സാദരം ക്ഷണിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃത കലശഹസ്തായ സർവമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പദ്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്തി വാതാലയവാസ വിഷ്ണു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മള് ശ്രീമദ് നാരായണീയത്തിലെ 6-ാമത്തെ ദശകമാണ് വായിക്കാൻ പോകുന്നത്. വിരാട് സ്വരൂപ വർണ്ണനയാണ്. നമ്മൾ 5-ാമത്തെ ദശകത്തിൽ വായിച്ചത് വിരാട് സ്വരൂപ ഉൽപ്പത്തിയെ പറ്റിയാണ്. വിരാട് സ്വരൂപം എങ്ങനെ ഉണ്ടായി, വിരാട് സ്വരൂപം എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ വായിച്ചത്. ബ്രഹ്മാണ്ടം, എല്ലാ ജീവജാലങ്ങളും ബ്രഹ്മാണ്ടത്തെ പറഞ്ഞിരുന്നു. എന്നിട്ട് ബ്രഹ്മാണ്ടം വികസിച്ചു. എന്നിട്ട് ബ്രഹ്മാണ്ടം അങ്ങനെ തിരിഞ്ഞു, പൊട്ടിത്തെറിച്ചു എന്ന് പറയാം നമുക്ക്. ബിഗ് ബാങ് തിയറി. ബ്രഹ്മാണ്ടം പൊട്ടി 14 ലോകങ്ങളായി മാറി എന്നാണ് പറയുന്നത്. ആ ബ്രഹ്മാണ്ടം വികസിച്ച് ബ്രഹ്മാണ്ടത്തിന് ഭേദിച്ചിട്ട് 14 ലോകങ്ങളായിട്ട് മാറി. ഈ 14 ലോകങ്ങളിൽ വ്യാപിച്ചിട്ടാണ് ഈ വിരാട് സ്വരൂപത്തിനെ കാണിക്കുന്നത്. 14 ലോകങ്ങളിൽ കൂടി വ്യാപിച്ചു കിടക്കുന്ന സ്വരൂപമായിട്ടാണ് വിരാട് സ്വരൂപം. നമ്മുടെ മഹാവിഷ്ണുവിന്റെ സ്വരൂപം ആ 14 ലോകങ്ങളും വ്യാപിച്ചു കിടക്കുന്നു. അപ്പോ ആ ഭഗവാന്റെ ഓരോ അവയവവും ഓരോ ഭാഗവും ഓരോ ലോകത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതാണ് നമ്മൾ ഈ ലോകത്തിൽ വായിക്കാൻ പോകുന്നത്. ഏവം ചതുർദശ ജഗത്മയതാം ഗതസ്യ പാതാളം ഈശ തവ പാദതളം വദന്തി പാദോഷദേശം അഭിദേവ രസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലം അത്ഭുതാത്മൻ. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമഭിദേവ രസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലം അത്ഭുതാത്മൻ. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമഭിദേവ രസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലം അത്ഭുതാത്മൻ. ഏവം ചതുർദശ ജഗത്മയതാം ഗതസ്യ പാദതലം ഈശ തവ പാദതളം വദന്തി പാദ ഊർധ്വദേശം അപി ദേവ രസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലം അത്ഭുത ആത്മൻ. ഇപ്പൊ ചേർത്ത് വായിക്കുമ്പോൾ ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമഭിദേവ രസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലം അത്ഭുതാത്മൻ. ഹേ ജഗദീശ്വര, ഇപ്രകാരം 14 ലോകങ്ങളാകുന്ന സ്വരൂപത്തെ പ്രാപിച്ചിരിക്കുന്ന അങ്ങയുടെ ഉള്ളംകാലുകളെയാണ് പാതാളം എന്ന് പറയുന്നത്. ജഗദീശ്വര, ഇപ്രകാരം 14 ലോകങ്ങളാകുന്ന സ്വരൂപത്തെ പ്രാപിച്ചിരിക്കുന്ന അങ്ങയുടെ ഉള്ളംകാലുകളെ പാതാളമെന്നും, അല്ലയോ പ്രകാശാത്മകനായ ഭഗവാനെ അങ്ങയുടെ പുറവടികളെ രസാതലമെന്നും, അല്ലയോ അനന്ത സ്വരൂപ ഭഗവാനെ അങ്ങയുടെ കണം കാലുകളെ മഹാതലമെന്നും പറയുന്നു. എന്താണ് പാതാളം, എന്താണ് രസാതലം, എന്താണ് മഹാതലം? അടിയിലാണ് പാതാളം, അതിന് മുകളിലാണ് രസാതലം, അതിന് മുകളിലാണ് മഹാതലം. അപ്പൊ അതിനെ പറയുമ്പോൾ ഹേ ജഗദീശ്വര, ഇപ്രകാരം 14 ലോകങ്ങളാകുന്ന സ്വരൂപത്തെ പ്രാപിച്ചിരിക്കുന്ന അങ്ങയുടെ ഉള്ളംകാലുകളെ പാതാളമെന്നും, അല്ലയോ പ്രകാശാത്മകനായ ഭഗവാനെ പുറവടികളെ രസാതലമെന്നും,
അല്ലയോ എൻ്റെ ആത്മസ്വരൂപ, അങ്ങയുടെ കണങ്കാലുകളെ മഹാതലമെന്നും പറയുന്നു. രണ്ടാമത്തെ ശ്ലോകം. ജംഗേ തലാതലം അതോ സുതലം ചജാനു കിഞ്ച ഊര് ഭാഗയുഗളം വിതല അതലേ ത്വേ. ജംഗേ തലാതലം അഥവാ അധോ സുതലം ചജാനു കിഞ്ച ഊര് ഭാഗയുഗളം വിതല അതലേവ. ക്ഷോണീതലം ജഗനം അംബരം അങ്കനാഭിഃ വർഷഃ ച ചക്രനിലയഃ തവ ചക്രപാണി. ഓം നാരായണ നാരായണ. ജംഗേ തലാതലം മധോ സുതലം തജാനു കിഞ്ചൂരി യോഗയുഗളം വിതല അതലേവ. ക്ഷോണീതലം ജഗനം അംബരം അങ്കനാഭിഃ വർഷഃ ച ശുക്രനിലയ തവ വർഷഃ ച ചക്രനിലയ ച ചക്രപാണി. ജംഗേ തലാതലമഥോ സുതലം ചജാനു കിഞ്ചോരു ഭാഗയുഗളം വിതലാതലേവ തലേധ്വേ. ജംഗേ തലാതലമധോ സുതലം തജാനു കിഞ്ചോരു ഭാഗയുഗളം വിതലാതലേധ്വേ. ക്ഷോണീതലം ജഗനം അംബരമംഗ നാഭിർ വക്ഷഞ്ച ചക്രനിലയ തവ ചക്രപാണി. അപ്പൊ ഇതെന്താണെന്ന് പറയുന്ന കേട്ടാൽ, ചക്രപാണി, മേൽപ്പറഞ്ഞവയ്ക്ക് പുറമേ നിന്റെ വേണ്ടിയുടെ മുഴങ്കാലുകൾ രണ്ടും തലാതലമെന്ന ലോകവും കാൽമുട്ടുകൾ സുതലവും എന്ന് മാത്രമല്ല, തുടകൾ രണ്ടും വിതലം അതലം എന്ന രണ്ടു ലോകങ്ങളും അരക്കെട്ടിന്റെ മുൻവശം ഭൂലോകവും പൊക്കിൾ ആകാശവും മാർവിടം സ്വർഗലോകവുമാകുന്നു. വിരാട സ്വരൂപന്റെ ഓരോ ഭാഗവും ഓരോ ലോകമായിട്ടാണ് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. ജംഗേ തലാതലം അധോ സുതലം ചജാനു കിഞ്ചൂരി യോഗയുഗളം വിതല അതലേധ്വേ. ക്ഷോണീതലം ജഗനം അംബര അങ്കനാഭിഃ വർഷേച്ച ചക്രനിലയ തവ ചക്രപാണി. ചക്രപാണി, മേൽപ്പറഞ്ഞവയ്ക്ക് പുറമേ നിന്തിരുവടിയുടെ മുഴങ്കാലുകൾ രണ്ടും തലാതലമെന്നും ലോകവും കൈമുട്ടുകൾ സുതലവും എന്ന് മാത്രമല്ല, മുഴങ്കാലുകളും മേൽപ്പറഞ്ഞവയ്ക്ക് പുറമേ നിന്തിരുവടിയുടെ മുഴങ്കാലുകൾ രണ്ടും തലാതലമെന്ന ലോകവും കൈമുട്ടുകളല്ല കാൽമുട്ടുകൾ. മേൽപ്പറഞ്ഞവയ്ക്ക് പുറമേ നിന്തിരുവടിയുടെ മുഴങ്കാലുകൾ രണ്ടും തലാതലമെന്നും കാൽമുട്ടുകൾ സുതലവും എന്ന് മാത്രമല്ല, തുടകൾ രണ്ടും വിതലം അതലം എന്നീ രണ്ട് ലോകങ്ങളും അരക്കെട്ടിന്റെ മുൻവശം ഭൂലോകവും പൊക്കിൾ കൂടി ആകാശവും മാർവിടം സ്വർഗലോകവും ആകുന്നു. വിരാട സ്വരൂപന്റെ രൂപം കംപ്ലീറ്റ് ആയിട്ട് 14 ലോകവും വ്യാപിച്ചു കിടക്കുന്ന ആ വിരാട സ്വരൂപന്റെ ഓരോ ഭാഗവും ഓരോ ലോകത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകങ്ങളിൽ കൂടി പറയുന്നത്. ഗ്രീവാ മഹതവ മുഖം ചജന തവ ഫാലം ശിരഃ തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനു ജഗദാശ്രയൈഃ അപി അന്യേഃ നിബന്ധ വപുഷേ ഭഗവൻ നമസ്തേ. ഗ്രീവാ മഹസ്തവ മുഖം ചജന തപസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനു ജഗദാശ്രിതൈഃ ജഗദാശ്രിതൈ അപി അന്യേ നിബന്ധ വപുഷേ ഭഗവൻ നമസ്തേ. ഗ്രീവാ മഹസ്തവ മുഖം ചജന തപസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനു ജഗദാശ്രിതൈഃ അപി അന്യേ നിബന്ധ വപുഷേ ഭഗവൻ നമസ്തേ. ശ്രീവാമഹസ്തവ മുഖം ചജന തപസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈഃ അഭി നിബന്ധ വപുഷേ അന്യേ നിബന്ധ വപുഷേ ഭഗവൻ നമസ്തേ. ശ്രീവാമഹസ്തവ മുഖം ചജനഃ തപഃ തുഫാലം ശിരഃ തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈഃ അഭി അന്യൈഃ നിബന്ധ വപുഷേ ഭഗവൻ നമസ്തേ. നാരായണ നാരായണ നാരായണ. നിത്തിരുവടിയുടെ കഴുത്ത് മഹർലോകം, മുഖം ജനർലോകം, നെറ്റിത്തടം തപോലോകം, സർവസ്വരൂപിയായ നിത്തിരുവടിയുടെ ശിരസ് സത്യലോകം. ജഗസ്വരൂപനായ ഭഗവാൻ
ഇങ്ങനെ ലോകത്തെ ആശ്രയിച്ചിരിക്കുന്ന മറ്റു വസ്തുക്കളാലും കൽപ്പിക്കപ്പെട്ട ശരീരത്തോടു കൂടിയ അങ്ങേക്ക് നമസ്കാരം. നിൻതെലിവിടിയുടെ കഴുത്ത് മഹർലോകമാകുന്നു, മുഖം ജനർലോകമാകുന്നു, നെറ്റിത്തടം തപോലോകമാകുന്നു. സർവസ്വരൂപിയായ നിൻതെലിവിടിയുടെ ശിരസ് സത്യലോകവും ആകുന്നു. ജഗത് സ്വരൂപനായ ഹേ ഭഗവാൻ, ഇങ്ങനെ ലോകത്തെ ആശ്രയിച്ചിരിക്കുന്ന മറ്റു വസ്തുക്കളാലും കൽപ്പിക്കപ്പെട്ട ശരീരത്തോടു കൂടിയ അങ്ങേക്ക് നമസ്കാരം. അതായത് മൂന്നാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ജന തപസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്സ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈഹി അന്യേഹി അന്യേഹി ലഭന്ത വപുഷേ ഭഗവൻ നമസ്തേ. മഹസ്തവ മുഖഞ്ച ജന തപസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്സ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈഹി അന്യേഹി നിബന്ധ വപുഷേ ഭഗവൻ നമസ്തേ. നിന്ദരുടെ കഴുത്ത് മഹർലോകം, മുഖം ജനർലോകം, നെറ്റിത്തടം തപോലോകം. സർവസ്വരൂപയായ നിന്ദരുടെ ശിരസ് സത്യലോകം. ജഗത് സ്വരൂപനായ ഭഗവാൻ, ഇങ്ങനെ ലോകത്തെ ആശ്രയിച്ചിരിക്കുന്ന മറ്റു വസ്തുക്കളാലും കൽപ്പിക്കപ്പെട്ട ശരീരത്തോടു കൂടിയ അങ്ങേക്ക് നമസ്കാരം. നാലാമത്തെ ശ്ലോകം. ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ത ചന്ദാംശി കേശവ ഗണാഹ തവ കേശപാശാഹ ഉല്ലാസി ചില്ലിയുഗളം ഗൃഹണസ്യ ഗേഹം പഷ്മാണി രാത്രി ദിവസോ സവിതാ ച നേത്രേ. ബ്രഹ്മരന്ധ്രപദം ഈശ്വര വിശ്വകന്ത ചന്ദാംശി കേശവ ഗണാഹ തവ കേശപാശാഹ ഉല്ലാസി ചില്ലിയുഗളം ഗൃഹണസ്യ ഗേഹം പഷ്മാണി രാത്രി ദിവസോ സവിതാ ച നേത്രേ. ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ത ചന്ദാംശി കേശവ ഗണാസ്തവ കേശപാശാഹ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹണസ്യ ഗേഹം പഷ്പാണി രാത്രി ദിവസോ സവിതാ ച നേത്രേ. ബ്രഹ്മാന്ധ്ര പദ ഈശ്വര വിശ്വകന്ത ചന്ദാംശി കേശവ ഗണാഹ തവ കേശപാശാഹ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹണസ്യ ഗേഹം പഷ്പാണി രാത്രി ദിവസോ സവിതാ ച നേത്രേ. ജഗത്കാരണനായ ജഗന്നിയന്താവായ ഭഗവാനെ, ജഗത്കാരനായ ജഗത് നിയന്താവായ ഭഗവാനെ, അങ്ങയുടെ ബ്രഹ്മരന്ധ്രസ്ഥാനം, സുഷുമ്ന നാഡിയുടെ സ്ഥാനം വേദങ്ങളാവുന്നു. അതിന്റെ അഗ്രം വേദങ്ങളാവുന്നു. പ്രശസ്തങ്ങളായ കേശപാശങ്ങളോട് കൂടിയ ഭഗവാൻ, അങ്ങയുടെ തലമുടി മേഘങ്ങളാവുന്നു. കമനീയങ്ങളായ പുരികക്കൊടികൾ രണ്ടും ബ്രഹ്മദേവന്റെ കക്ഷിരോമങ്ങളും രണ്ട് ബ്രഹ്മദേവന്റെ കക്ഷിരോമങ്ങളും രാപ്പകലുകളും കണ്ണുകൾ ബ്രഹ്മന്റെ കക്ഷിരോമങ്ങൾ രാപ്പകലുകളും ബ്രഹ്മന്റെ അക്ഷിരോമങ്ങൾ രാപ്പകലുകളും ബ്രഹ്മദേവന്റെ രോമങ്ങൾ രാപ്പകലുകളും കണ്ണുകൾ ആദിത്യനും ആകുന്നു. ജഗൽക്കാരനായി ജഗന്നേതാവായിരിക്കുന്ന ഭഗവാനെ, അങ്ങയുടെ ബ്രഹ്മരന്ധ്രസ്ഥാനം സുഷുമ്നാ നാഡിയുടെ അഗ്രം വേദങ്ങളാകുന്നു. പ്രശസ്തങ്ങളായ കേശപാശങ്ങളിലൂടിയ ഭഗവാൻ, അങ്ങയുടെ തലമുടി മേഘങ്ങളും കമനീയങ്ങളായ പുരികക്കൊടികൾ രണ്ടും ബ്രഹ്മദേവന്റെ കക്ഷിരോമങ്ങളും രാപ്പകലുകളും കണ്ണുകൾ ആദിത്യനും ആകുന്നു. കേശപാശങ്ങളുടെ ഭഗവാൻ, അങ്ങയുടെ തലമുടി മേഘങ്ങളും കമനീയങ്ങളായ പുരികക്കൊടികൾ രണ്ടും ബ്രഹ്മദേവന്റെ അക്ഷിരോമങ്ങളും രാപ്പകലുകളും കണ്ണുകൾ ആദിത്യനും ആകുന്നു. തദ്ബ്രഹ്മരന്ധ്ര പരമീശ്വര വിശ്വകന്ത ചന്ദാംശി കേശവ ഗണാഹ തവ കേശപാശ ഉല്ലാസി ചില്ലിയുഗളം ദ്രുവണസ്യ ഗേഹം പഷ്പാണി രാത്രി ദിവസവും സവിതാ ച നേത്രേ. ജഗത്കാരണനായി ജഗന്നേതാവായിരിക്കുന്ന ഭഗവാനെ, അങ്ങയുടെ ബ്രഹ്മരന്ധ്രസ്ഥാനം സുഷുമ്നാ നാഡിയുടെ അഗ്രം വേദങ്ങളാകുന്നു. പ്രശസ്തങ്ങളായ കേശപാശങ്ങളിലൂടെ ഭഗവാൻ, അങ്ങയുടെ തലമുടി മേഘങ്ങളും കമനീയങ്ങളായ പുരികക്കൊടികൾ രണ്ടും ബ്രഹ്മദേവന്റെ അക്ഷരോമങ്ങളും രാപ്പകലുകളും കണ്ണുകൾ ആദിത്യനും ആകുന്നു. അഞ്ചാമത്തെ ശ്ലോകം. നിശേഷ വിശ്വരചന കടാക്ഷമോഷ കർണോ ദിശ അശ്ചി യുഗളം തവനാസികേ ധ്വേ ലോഭതപ്രേ തവേ ച ഭഗവൻ അദര ഉത്തരൗഷ്ടൗ താരാഗണാഹ ച ദശലാഹ ശമനം ച ദംഷ്ട്രാം. നിശേഷ വിശ്വരചനാ ച കടാക്ഷമോക്ഷ കർണോ ദിശോശ്ചി യുഗളം തവനാസികേ ദ്വേ ലോഭത്രപേ ച ഭഗവൻ നദരോത്തരൗഷ്ടൗ താരാഗണാ ച ദശലാ ശമനം ച ദംഷ്ട്രാം. നിശേഷ വിശ്വരചനാ ച കടാക്ഷ മോക്ഷ.
कर्णो दिशः अश्वि युगलं तव नासिके त्वे लोभतपे च भगवन् अधर उत्तर औष्टौ तारागणाः च दशना समनः च दंष्ट्रा निःशेष विश्वरचना च कटाक्षमोषः कर्णो दिशोऽस्य युगलं तव नासिके द्वे लोभत्रवे च भगवन्नदोरत्तरोष्टौ तारागणा च दशना समनं च दंष्ट्रा निःशेष विश्वरचना च कटाक्षमोषः निःशेष विश्वरचना च कटाक्षमोषः कर्णो दिश अश्वि युगलं तव नासिके द्वे कर्णो दिशोऽश्वि युगलं तव नासिके द्वे लोकत्रवे च भगवन् अधरोत्तरौष्टौ लोकत्रवे च भगवन् अधर उत्तर औष्टौ तारागणा च दशनाः समन च दृष्ट्रा तारागणा च दशना समन च दृष्ट्रा निःशेष विश्वरचना च कटाक्षमोषः कर्णो दिशोऽस्य युगलं तव नासिके द्वे लोभत्रवे च भगवन् अधोरत्वरोष्टौ താരാഗണാ ച ദശന ശമനം ച ദൃഷ്ട. ഹേ ഭഗവാൻ, നിൻ തിരുവടിയുടെ കടാക്ഷ വീക്ഷണമാകട്ടെ പ്രപഞ്ചമകലത്തിന്റെയും സൃഷ്ടികർമ്മമാകുന്നു. കർണങ്ങൾ ദിക്കുകളും ഇതര നാസാരന്ധ്രങ്ങൾ രണ്ടും അശ്വിനി ദേവതകളും താഴെയുള്ളതും മേലെയുള്ളതുമായ ചുണ്ടുകൾ രണ്ടും ക്രമത്തിൽ ലോപവും ലജ്ജയും പല്ലുകൾ നക്ഷത്രങ്ങളും ദംഷ്ടങ്ങൾ യമനും ആകുന്നു. ഹേ ഭഗവാൻ, നിൻ തിരുവടിയുടെ കടാക്ഷ വീക്ഷണമാകട്ടെ പ്രപഞ്ചമകലത്തിന്റെയും സൃഷ്ടികർമ്മമാകുന്നു. കർണങ്ങൾ ദിക്കുകളും ഈ ഇരു നാസാരന്ധ്രങ്ങളും രണ്ട് അശ്വിനി ദേവതകളും താഴെയുള്ളതും മേലെയുള്ളതുമായ ചുണ്ടുകൾ രണ്ടും ക്രമത്തിൽ ലോപവും ലജ്ജയും പല്ലുകൾ നക്ഷത്രങ്ങളും ദംഷ്ട്ര യമനുമാകുന്നു. ഭഗവാൻ, നിൻ തിരുവടിയുടെ കടാക്ഷ വീക്ഷണമാകട്ടെ പ്രപഞ്ചം അഖിലത്തിന്റെയും സൃഷ്ടികർമ്മമാകുന്നു. കർണങ്ങൾ ദിക്കുകളും ഇരു നാസാരന്ധ്രങ്ങളും രണ്ട് അശ്വിനി ദേവതകളാകുന്നു. താഴെയുള്ളതും മേലെയുള്ളതുമായ ചുണ്ടുകൾ രണ്ടും ക്രമത്തിൽ ലോപവും ലജ്ജയും പല്ലുകൾ നക്ഷത്രങ്ങളും ദംഷ്ട്ര യമനും ആകുന്നു. ഹേ ഭഗവാൻ, നമ്മൾ ഇന്ന് തുടങ്ങുമ്പോൾ ഇന്നലത്തെ മറ്റേ 5ാമത്തെ ദശകം ഒന്ന് വായിക്കാൻ വിട്ടുപോയി. അതൊന്ന് ചേർത്ത് വായിക്കാം, എന്നിട്ട് നമുക്കിന്ന് അവസാനിപ്പിക്കാം. വ്യക്തമിതം കിഞ്ചിതഭവത് പ്രാകൃത പക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധ വികൃതോ ത്വയി ആഗതായാം ലയം नो मृत्युच्च तदामृतं च समभूत् न अन्नः न रात्रे स्थितिः तत्रैकः त्वम् अशिष्यताः किल परानन्दप्रकाशात्मनाः कालकर्मगुणा च जीव निवहाः विश्वं च कार्यं विभो चित्तैलारितिम् एयुषि त्वयि तदा निर्लीनतम् आययुः तेषां न एव वदन्ति असत्त्वम् अयिभोः शक्त्यात्मना तिष्ठतां नो चेत् किं गगनप्रसूनसदृशां भूयः भवेत् सम्भवः एवं च द्विपरार्थकाले विगतौ युष्यां शिष्यां सात्मिकां विभ्राणे त्वयि शुशुभे त्रिभुवनि भावाया माया स्वयं मायादाखिल कालशक्तिः अखिल अदृष्टं स्वभावापि च प्रादुर्भूय गुणान् विकास्य विदधुः तस्याः सहायक्रियां माया सन्निहितः अवविष्टवपुषा साक्षी इति गीतभवान् वेदयितां प्रतिबिम्बतः विविश्यवान् जीवः अभिन एवम् अपरः कालादिप्रतिबोधिता अदभवता संयोदिता च स्वयं माया सा खलु बुद्धितत्त्वम् अस्य जल सा य असौ महानुच्यते तत्रसौ त्रिगुणात्मकः अपि च महान् सत्त्वप्रधानः स्वयं जीवेऽस्मिन् खलु विकल्पम् अहमिति उद्भादनिष्पादकः चक्रेऽस्मिन् सविकल्पबोधकम् अहं तत्त्वं महान् खलु सौ सम्पुष्टं त्रिगुणैः तम अतिबहुलं विष्णोर्भवत्प्रेरणात् साहं त्रिगुणक्रमात् त्रिविधताम् असाध्यवैकारिकः भूय तैजस तामसौ इति भवन् आद्येन सत्त्वात्मना देवानिन्द्रियमानिनः अग्रदिशा वादार्कपाशि अश्विनः वन्नीन्द्र अच्युत मित्रकान् विधुविधि श्रीरुद्रशारीरकान् भूमन्मानस बुद्धि अहङ्कृति मिलत् चित्ताख्यवृत्तिन्वितं तच्चन्दकरणं विभो तव बलात् सत्त्वांश एव सजते जाततैजस तत्तश इन्द्रियगण तत्तामसंशात् पुनः तन्मात्रं नमसः मरित्पुरपदे शब्दः अजनि त्वद्बलात् शब्दाद्योम तदसर्चित विभो स्पर्शं ततो मारुदम् तस्मात् ध्रुवम् अधमः अधजरसं तोयं च गन्धं महीम् एवं माधव पूर्वकलनात् आद्याद्यधर्मान्वितं बोधग्राममिमं त्वम् एव भगवन् प्रकाशयात्
तामसात् एते भूतगणाः तदा इन्द्रियगणाः देवा च जाता पृथक् नोषेगुभुवन अण्डनिर्मितिविदौ देवै अमीभिस्तदा त्वं दानाविदशक्तिभिः नूतगणः तत्त्वानि आमुनि विशन् हविषन् एते भूतगणा तदा इन्द्रियगणाः देवा च जाता पृथक् नोषेगुभुवन अण्डनिर्मितिविदौ देवैः अमीभिस्तदा त्वं नानाविधशुक्तिभिः नूतगुणः तत्त्वानुमूनि वाविशन् चेष्टाशक्तिमुदीर्य तानि घटयन् आहिरण्यम् अण्डं व्यदाः अण्डं तद्गुरुपूर्वसृष्टशरीरे तिष्ठत्सहस्रं समाः निर्बिन्दन् अग्रदाः चतुर्दश जगद्रूपं विराडह्वयं साहस्रे करपादमूर्धनिवहैः निःशेषजीवात्मकः निर्बाधासिमरत्पुराधिपसः मां त्राय सर्वमामयात्. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ. അങ്ങനെ വിരാടോത്പത്തിയും വിരാട സ്വരൂപത്തിന്റെ പകുതിയും നമ്മളിപ്പോൾ വായിച്ചു കഴിഞ്ഞു. അടുത്തത് നമ്മൾ വിരാട രൂപം പൂർണ്ണമായിട്ട് നാളെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വായിക്കാം. ഇന്നത്തെ ഒരു അധ്യായം ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. 6-ാം ദശകമായ വിരാട് സ്വരൂപ വർണ്ണനത്തിലെ ആദ്യത്തെ 5 ശ്ലോകങ്ങളാണ് ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത്, അർത്ഥവും അവതരിപ്പിച്ചത്. ഇന്നത്തെ ഈ ക്ലാസ് നയിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ അയ്യർ സാറിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമഃ.